ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്നും ഒരു റൈഡ് വീഡിയോ ആണ്. നമ്മളിന്ന് മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് പതിവ് പോലെ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇന്ന് വേറെ 2 ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ റൈഡിന് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഒരു ട്രയംഫ്, ഒരു MT, പിന്നെ എൻ്റെ വണ്ടി അപ്പാച്ചി RTR. സോ നമ്മുടെ സ്ക്രാം പുതിയ വണ്ടിയാണ്, നമ്പർ ആവുന്നേ ഉള്ളൂ. സോ ഹായ് പറ. ഇത് സജിൻ, ഇത് ശ്രീഹരി. സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെഞ്ഞാറമൂട് നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോവാം. നാമ്പാ ഇതാണോ നീ ഫിറ്റ് ചെയ്ത പുതിയ ഫോഗ് ലൈറ്റ്? നോക്കട്ടെ എൻ്റെ വെളിച്ചം. കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം, ഇത് നല്ല ഷേപ്പുണ്ട് കാണാൻ. പോയേക്കാം പിന്നെ വാ. സോ ഗൈസ്, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തിയിട്ട് വേണം ഫുഡ് അടിക്കാൻ. നീ എന്തൊക്കെയാ എടുത്ത? ഒരു ബാഗ് നിറയെ സാധനങ്ങൾ ആണോ? ഞാനും ഒന്നും എടുത്തില്ല, ഞാൻ ഒരു ജട്ടി മാത്രമേ എടുത്തുള്ളൂ. അതെ, റെക്കോർഡിങ്. സോ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമയം ഇപ്പോൾ 5:40 കേട്ടോ. ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോളും അടിക്കണം, ഫുഡും കഴിക്കണം. അപ്പോൾ അതാണ് മെയിൻ. വാ പോവാം വാ. എനിക്കുള്ള പെട്രോളിൽ ഇപ്പോൾ 75 കിലോമീറ്റർ പോകുന്നതാണ് വണ്ടി കാണിക്കുന്നത്. നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാതെ അടുത്ത പമ്പിൽ കയറാം കേട്ടോ. ഫുൾ അടിച്ചേക്ക് ബ്രോ. പെട്രോളൊക്കെ അടിച്ച് ഫുൾ ടാങ്കാക്കി. ഇനി ഫുഡ് കഴിക്കാൻ നമുക്ക് എവിടെയെങ്കിലും നിർത്താം. പോവാ വാ. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നല്ല തണുപ്പാണ്. ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് വലുതായിട്ട് അറിയാത്തത്. നല്ല തണുപ്പുണ്ട്, കാലിൽ നന്നായിട്ട് അറിയുന്നുണ്ട്. സോ ഗായ്സ്, നമ്മൾ റിലയൻസിൻ്റെ പമ്പിലൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇവർ 2 പേരുടെയും വണ്ടിയിൽ പെട്രോൾ കുറവായിരുന്നു. അങ്ങനെ 2 പേരും പെട്രോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊട്ടാരക്കര എടുക്കാറായി. ഇനി 5 കിലോമീറ്റർ താഴെ എന്തേ ഉള്ളൂ. ഇനി മനസ്സേ പറപ്പാണേ. ആണോ? ഫുൾ ടാങ്ക് അടിച്ചോ? ഫുൾ ടാങ്ക് 6 ലിറ്റർ അടിച്ചോ? ഫുള്ളായി. മൊത്തം 10 ലിറ്ററേ ഉള്ളൂ. അതാ വഴി നിന്ന് കയറി ഒഴിച്ചാൽ പോരും. അല്ലെ ഞാൻ ബസ്സിൻ്റെ ബാക്കിൽ പോയി ഒഴി. 30 ഇപ്പോഴാ? ഫുൾ ടാങ്ക് അടിച്ചിട്ട് 139 കിലോമീറ്റർ ഓടി. 140 കിലോമീറ്റർ 4.65 കയറി. വാ. സോ ഗൈസ്, ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഇവിടെ കഴിഞ്ഞു. നമുക്ക് ബ്രോ ഇല്ലല്ല, ഇത് നേരത്തെ അടിച്ചു.
ഞാൻ രാവിലെ 2 ഏത്തപ്പഴവും 2 മുട്ടയും തിന്നിട്ട് ഇറങ്ങിയോണ്ട് എനിക്ക് വലുതായിട്ട് വിശക്കുന്നില്ല കേട്ടോ. ഇവർ എന്തോ ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. 2 പേർക്കും വിശക്കുന്നുണ്ട്. എന്തായാലും ഇവർ കഴിക്കുമ്പോൾ നമുക്കും കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം നിർത്തേണ്ടി വരും. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ആര്യാസ് നിർത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കരയുള്ള ആര്യാസ്. കട തുറന്നിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കാണുന്നില്ല. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് കയറി. ഇഡലി കഴിക്കേണ്ടി 2 പേര്. It was at this moment he knew. He fucked up. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതായി ഇറങ്ങി. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിനല്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മൈൻഡ് മാറ്റി. നമ്മളിപ്പോൾ കൊടൈക്കനാലിന് പോവുകയാണ്. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ഇപ്പോൾ ഇവർ കൊടൈക്കനാൽ പോയിട്ടില്ലെന്ന് പറഞ്ഞപ്പം ഞാനും പോയിട്ടില്ല. എങ്കിൽ പിന്നെ കൊടൈക്കനാലിനാവാം യാത്രയെന്ന് വിചാരിച്ചു. നമ്മളേത് വഴിയാണ് പോകുന്നത്? നേരെ അടൂര്. ഇവിടുന്ന് റൈറ്റ് ഇതിന്റെ ടൗണിൽ കയറിയിട്ട് നമ്മൾ എല്ലാവരും ലെഫ്റ്റ് എടുക്കുമല്ലോ, പത്തനംതിട്ട റൂട്ട്. മാക്സ് അത് നേരെ പത്തനംതിട്ട എത്തിട്ട് ഞാൻ നാട്ടിൽ. ഓക്കെ. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ടോ? കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് പോവാം. ഈ സമയമായതുകൊണ്ട് വലിയ തിരക്കും കാണത്തില്ലല്ലേ? കുറച്ച് പയ്യെ പോകാൻ തിരക്കായി കേട്ടോ. ഓ പിന്നെ എന്നെ മറ്റേ വെട്ടുകാള പോകുന്ന പോലെ വെട്ടുകാള. ആദ്യമേ നിങ്ങൾ സ്പീഡ് എടുത്ത് നിങ്ങളെ മിസ്സായെന്ന് ഞാൻ വിചാരിച്ച് വിട്ടുപോയി. കുറച്ച് കഴിയുമ്പോൾ പുറകെ ഒരാൾ കൈ കാണിക്കുന്നത്. പോവാം. സോ ഇവിടുന്ന് കൊടൈക്കനാലിൽ നമുക്ക് 278 കിലോമീറ്റർ കേട്ടോ കൊട്ടാരക്കരയിൽ നിന്ന് കാണിക്കുന്നത്. പോകുന്ന വഴിയെന്ന് പറയുന്നത് അടൂർ, പത്തനംതിട്ട, എരുമേലി വഴി കുമളി, കമ്പം, പെരിയകുളം വഴിയാണ് നമ്മൾ കൊടൈക്കനാലിൽ പോകുന്നത്. സോ 6 മണിക്കൂർ 17 മിനിറ്റ് എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. 278 കിലോമീറ്റർ ഉണ്ട്. പിന്നെ 1:30 ആകുമ്പോഴേ എത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. സോ നമുക്ക് കൊടൈക്കനാലിന് പോവാം. പെട്ടെന്നായിരുന്നു കേട്ടോ ചേഞ്ച്. നമ്മൾ ഇത്ര നേരം മൂന്നാർ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നാൽ പിന്നെ കൊടൈക്കനാലിന് പോയേക്കാന്ന് വിചാരിച്ച്. ഇവിടുന്ന് 2 വഴി പോകാം കേട്ടോ നമുക്ക് കൊടൈക്കനാലിന്. ഒന്ന് നമ്മളിപ്പം പോകുന്ന കമ്പം തേനി വഴിയും, അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് നമുക്ക് പുനലൂർ വഴി ചെങ്കോട്ട ആ റൂട്ട് വഴിയും നമുക്ക് കൊടൈക്കനാലിൽ പോകാം. പക്ഷെ നമ്മളിപ്പോൾ കമ്പം തേനി വഴിയുള്ള വഴിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സോ തിരക്കായി തുടങ്ങി ടൗണിലൊക്കെ. സമയം 7 മണിയായി. എപ്പോഴത്തേക്കും തിരക്കൊക്കെ ആയി. ഇന്നൊരു ശനിയാഴ്ച കേട്ടോ, എന്നിട്ടും തിരക്കിന് കുറവൊന്നുമില്ല. ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെ എനിക്ക് തണുത്തിട്ട് വയ്യ. അപ്പോൾ ശ്രീഹരിയാണെങ്കിൽ ഒരു സ്വെറ്റ് ഷർട്ട് മാത്രമാണ് ഇട്ടേക്കുന്നത്. സ്വെറ്റ് ഷർട്ട് അല്ല, ഒരു സാധാ ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്, ഫുൾ സ്ലീവ്. എങ്ങനെ പോകുന്നോ എന്തോ. സമയം 7:30 ആവാറായി. നമുക്കിനി 270 കിലോമീറ്ററും കൂടെ ഉണ്ട്. KSRTC ഇപ്പൊക്കെ വന്നേനെ. നമ്മളെവിടെ റൈഡ് പോയാലും കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുക, കുറച്ച് വെളുപ്പാങ്കാലത്തൊക്കെ. അതാകുമ്പം നമ്മളും ഫ്രീ ആവും, വണ്ടി ഫ്രീ ആവും, നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല, റോഡിൽ വലിയ തിരക്കില്ല, സുഖമായിട്ട് അങ്ങ് പോവാം. ഞാൻ രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റി നിർത്തിയ ഞാൻ രാവിലെ ഇറങ്ങാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് കേട്ടോ. രാത്രിയിൽ അത്ര സേഫ് അല്ല ഓടിക്കാനായിട്ട്. നമുക്ക് കേരളത്തിലായാലും കേരളത്തിന് വെളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നുള്ളൂ, രാത്രിയാകുമ്പം അതിൻ്റേതായ കുറച്ച് സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ മിക്കവരും ബ്രൈറ്റ് ആയിരിക്കും, ഒബിയസ്ലി കണ്ണ് കാണാനുണ്ടാവും. പിന്നെ രാത്രിയാകുമ്പോൾ പട്ടികളുടെ ശല്യം കൂടുതലാണ്. പക്ഷേ വെളുപ്പിനെ ഒരു 4-5 മണിയൊക്കെ ആവുന്ന സമയത്തെ
നമുക്ക് അത്ര വലിയ ശല്യങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് പോവാം. ആരെങ്കിലും ഇനി ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് ഇറങ്ങി നോക്കൂ. ആ രാവിലെ എണീക്കുന്നതിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. ഇരുന്നിരുന്ന് ചന്തി വേറെ ഇറങ്ങിയെന്ന് തോന്നുന്നു, അവൻ എണീറ്റൊക്കെ നിൽക്കുന്നു. നല്ല കിടിലൻ റോഡാണ് കേട്ടോ, കയറുമൊക്കെ ഉള്ള നല്ല അത്യാവശ്യം കിടത്തിയൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റോഡാണിത്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം ഗൈസ്. അയ്യോ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഡിപ്പോപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയതാണ് ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടി. ഈ കടയിൽ നിന്ന് കട്ടന് ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ കിട്ടും. നമുക്കിനി 250 കിലോമീറ്ററോളം ഉണ്ട് ഇനി പോകാൻ വേണ്ടി. 8 മണി, നമ്മളൊരു 12-1 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും അല്ലേ? 250. ഓ, കുറേ ഉള്ളല്ലോ. അവിടെ വെച്ച് നോക്കിയപ്പോൾ 270 250 എന്തായിരുന്നു. ചന്തി ഉണ്ടെന്ന് അറിയാൻ പറ്റണം. എത്ര? ആ, അടുത്ത സ്റ്റോപ്പ് കുട്ടിക്കാട്. ഓക്കെ. കുട്ടിക്കാട് നമ്മൾ ഇത്രയും നാൾ ലെഫ്റ്റ് എടുത്തോണ്ടിരുന്നത് ഏലപ്പാറ. ഇനി നമ്മൾ പീരുമേട് വഴി പെരിയാർ വഴി കുമ്പളി പോകും. ഓക്കെ. ആദ്യമായിട്ട് ആ റൂട്ട് പോകാൻ. ആണോ? കുമ്പളിയിൽ നിന്ന് പിന്നെ തമിഴ്നാടാ. ഓ, നല്ല റോഡാ. സെറ്റ് കാപ്പി കേട്ടോ. സാർ ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ട് പോടാ. കടും കാപ്പിയാ? 11 ലിറ്റർ. 11 ലിറ്റർ. ഓ, 11 അത്ര ഉള്ളോ? സോ നമ്മൾ വണ്ടി സ്വാപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കയറി എൻ്റെ വണ്ടി കയറി, ഞാൻ പുള്ളിക്കാരൻ്റെ വണ്ടി കയറാൻ പോവാം. പയ്യൊക്കെ പോണേ. പോവാമെങ്കിൽ എങ്കിൽ നമുക്ക് MT ഓടിക്കാം. അതിന് ഇതിലോട്ട് വന്നപ്പോഴേ എന്തോ പോലെ. ഈ ഫുള്ള് കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇതാ കണ്ടില്ലേ, എരുമേലി മുക്കട റോഡാണ് ഈ റോഡിൻ്റെ പേരെന്ന് പറയുന്നത്. അതവിടെ പോയാ? അവൻ പോയാ? അവൻ ഇപ്പം ഉണ്ടായിരുന്നാ? ഓഹോ, അവൻ ബാക്കിലുണ്ടോ? അപ്പം അവൻ ബാക്കിലുണ്ടോ ശ്രീഹരി? ഓ ബാബു അമ്മ ഇവരെന്നെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ, ഞാൻ കണ്ടില്ല അവരെ. ശ്രീഹരിയും കൂടെ വരാനുണ്ടോ? ആ, അതാ വരുന്നുണ്ട്. സോ ഗായ്സ്, നമ്മൾ എരുമേലി എത്തിയിരിക്കുകയാണ് കേട്ടോ. അയ്യപ്പന്മാരുടെ തിരക്കാണ് റോഡ് മുഴുവൻ.
ഇതുകൊണ്ട് ഫുൾ റബ്ബർ തോട്ടങ്ങളാണേ, ഫുൾ റബ്ബറാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഫുൾ തണലും നല്ല രസമുണ്ട് ഇതുവഴി പോകാൻ. നമ്മൾ വീണ്ടും കുറേ റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ നമ്മൾ പുത്തൻചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. തോട്ടത്തിലെ കയറാം. എന്നിട്ട് വേണം അവിടെ നിന്ന് അടിച്ചു പഠിക്കുക. ഇല്ല, പൈസ കൊടുത്താൽ മതി. 11, 12, 1, 2. നമ്മളെന്തായാലും എങ്ങനെ നോക്കിയാൽ 5 മണിക്കുമ്പോ അങ്ങ് എത്തും കൊടൈക്കനാല്. 12 ആകുമ്പോ നമ്മള് ഇവിടെ എത്തും, കമ്പം എത്തും. വ്യൂ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ആ 2 വള വരുമ്പോ വ്യൂ പോയിന്റ്. വാ നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും എൻ്റെ വണ്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് മുണ്ടക്കൈയാണ് കേട്ടോ സ്ഥലം. നമ്മൾ ഇവിടെ വീണ്ടും റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാണ്. പെരുവന്താനം പോലീസ് സ്റ്റേഷൻ, ഇടുക്കി ജില്ല. നമുക്ക് ഇനി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടെ നിർത്താം. എന്തൊക്കെയോ കൃഷി, അത് കപ്പയല്ല, അത് വേറെന്തോ കേട്ടോ. എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ട്. ദൂരെ നമുക്ക് മലകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. നമുക്കിനി 190 കിലോമീറ്ററാണ് കൊടൈക്കനാലിന് കാണിക്കുന്നത്. 4 മണിക്കൂർ എടുക്കുമെന്നും കാണിക്കുന്നുണ്ട്. അതിൽ 5 മണിക്കുള്ളിൽ കൊടൈക്കനാൽ എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിതാ അവിടെ വഴി കാണാം കേട്ടോ. ആ വഴിയൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങിയതാ ഇതുവഴി ഇപ്പോൾ കയറി വന്നേ. ഇവിടുത്തെ തെങ്ങുകളൊക്കെ കണ്ടോ, മണ്ടയില്ലാത്ത തെങ്ങുകളാണ്, പക്ഷെ ഭയങ്കര നീളമാണ്. എന്തോ എടാ ഒഴിച്ചോ. ഉള്ളൊരു തൊഴുത്തുണ്ട്, അവിടെ നിന്നാണ് ഒരു പശു കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. ആ, ഇനി നമ്മൾ കറങ്ങി കുട്ടിക്കാനത്തോ 10 കിലോമീറ്ററോടുണ്ട്. ഓക്കെ. അവിടുന്ന് പിന്നെ നേരെ തേനി കമ്പം വഴി ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ ഉള്ളൂ കുട്ടിക്കാനം. എങ്കിൽ പോവാം. വാ. ഇപ്പൊ അതോടെ വെച്ചിട്ട് എടുക്കാൻ മറന്നിപ്പം. ഇവിടെ കുരങ്ങന്മാരില്ലാത്തത് നന്നായി കേട്ടോ, അല്ലെങ്കിൽ അമ്മാരെ തൂക്കിയിട്ടുണ്ട് പോയാനത്. കോളി ഫാൻ. ആ കാണും മാമറയൊന്നും എൻ്റേതൽ പൊന്മകനെ. ഇവിടുന്ന് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം വരേണ്ടതാ. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, പറ്റി വരണ്ട് കിടക്കുകയാണ്. വെള്ളമില്ല, ആകെ ഈ നൂല് പോലെ ഒഴുകി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഫുള്ളും വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് താഴെ. ഇതിപ്പോൾ അവിടെ നിന്ന് ആരോ പൈപ്പ് തുറന്നിട്ട് വെക്കുന്ന പോലെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ല ബ്രോ, നല്ല വണ്ടിയാ. പില്ലിയന് ഇത് കുറച്ച് മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. വണ്ണമുള്ളവർക്ക് പെട്ടെന്ന് കാല് മരവിക്കും. ഇത് കുറച്ച് കയറിയിരിക്കുന്നത് കാല് വെക്കുന്നേ. ആ, ഫുഡ് റെസ്റ്റ്. ബ്രോ എവിടെ നിന്നാണ് വരുന്നത്? തിരുവല്ലേ? ആ, ആ റൂട്ട് കമ്പന്തേനി. അത് തന്നെ. അതെ. നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? രാമക്കൽമേട്. ആ,
വഴിക്ക് കണ്ട കുറച്ച് പേരാണ് കേട്ടോ. അവർ രാമക്കൽ മേട് പോവുകയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയേക്കാം. വെള്ളച്ചാട്ടം ഒന്നുമില്ല. നമുക്കിനി മഴ സമയത്ത് വരാം ഒന്നുകൂടി. അതെന്തുവാ? ഞാൻ വിചാരിച്ചേ വീണെന്ന്. അത് ക്യാമറ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ ഗായ്സ്, നമ്മളങ്ങനെ ഇടുക്കി എത്തിയിരിക്കുകയാണ്. കുട്ടിക്കാനം. നമ്മളിവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത്, കുമളി റോഡിലോട്ട് നമ്മൾ കയറി. നമുക്കിനി നേരെ പോവാം. അതുകൊണ്ട് ഗൈസ് ഫുൾ തേയിലത്തോട്ടങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഫുള്ളും. അതിൻ്റെ ഇടയ്ക്ക് കുറേ മരങ്ങളും വലിയ വലിയ മരങ്ങളും ഉണ്ട്. സോ നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീണ്ടും നിർത്തിയിരിക്കുകയാണ്. വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല അല്ലേ? നല്ല തണുപ്പുണ്ട്. 10 മണിയായി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങി 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. 5 മണിക്കൂറായി. സ്വല്പം കാഴ്ചകൾ കാണാം. അതെ, തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗസ് ഊരിയപ്പം പിന്നെ സോ ഒരു 10-15 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. വഴിതാ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട് സിക്സാഗായിട്ട്. ഇപ്പോൾ 10:20 നമ്മൾ പീരുമേട് നിൽക്കുന്നേ ഉള്ളൂ. ഇനി കുമളിയല്ലേ? എത്ര കിലോമീറ്റർ കാണും? 25. ഇനി 25 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ കുമളിയായി. നോക്ക് ഗൈസ്, വ്യൂ നോക്ക് ബ്രോ. തേയിലത്തോട്ടത്തിൻ്റെ കേട്ടോ. ഹോൾ ലീഫ് എന്ന് പറയുന്ന അവരുടെയാണെന്ന് തോന്നുന്നു, AVTയുടെ ആണ്. അപ്പോൾ AVTയുടെ തേയിലത്തോട്ടമാണ് ഇതൊക്കെ. ആ പച്ച കളർ കാണുമ്പോൾ തന്നെ എന്താ ഒരു അല്ലേ, ഒരു നല്ലൊരു എനർജി. ഇളം പച്ച കളറ്. അങ്ങോട്ടൊക്കെ കുറച്ച് ഉണങ്ങിയായിരിക്കുന്നത് കേട്ടോ. നോക്ക്, ഈ സൈഡ് ഫുള്ള് നോക്കണ്ടോ, ലൈറ്റ് ഗ്രീൻ കളർ. മറ്റേ മെത്ത ഇട്ട വെക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കാം ഇപ്പോ. ആ കാല് വയ്യാത്ത ഒരാള് ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കൊക്കയിലോട്ടാ പോയാനെ. ഞാൻ നോക്കുമ്പോ ഈ നാട്ടുകാരൊക്കെ ഓടും. ഞാൻ വിചാരിച്ച ആന വന്നായിരിക്കും. രണ്ട് കാറ് തമ്മിൽ കൂട്ടിയിടിച്ച കേട്ടോ. ഇനി ഇവിടുത്തെ ബ്ലോക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും. സോ ഗൈസ്, നമ്മൾ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി 130 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് കൊടൈക്കനാൽ വരെ.
സോ ഗൈസ്, നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിച്ചത്. ഇനി ബോർഡറിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ഒരു 5 കിലോമീറ്ററും കൂടെ ആയാൽ തമിഴ്നാടായി. പ്രോപ്പർ കുമളിയായി കേട്ടോ. ഇതാണ് കുമളി ജംഗ്ഷൻ. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആണ്. ഗൈസ്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ മലയൊക്കെ ഇറങ്ങി ചെന്ന് സ്ട്രൈറ്റ് ഹൈവേ ആയിരിക്കും. പെരിയാർ ടൈഗർ റിസർവിന്റെ അകത്താണ് പറയണേ. പെരിയാർ ടൈഗർ റിസർവിന്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് വെള്ളം കൊണ്ടുവന്ന പൈപ്പല്ലേ? അല്ല, പെൻ സ്റ്റോക്ക് പൈപ്പ്. പെൻ സ്റ്റോക്ക് പൈപ്പ്. അതാണ് എൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല. താഴോട്ട് പോകണോ? നമ്മളിനി കറങ്ങി ആ റോഡിൽ കൂടെ അല്ലേ പോകുന്നത്? ഇറങ്ങാൻ പോവാ. ഇത് മുഴുവൻ വെസ്റ്റേൺ ഗാർഡ്സാ. ഈ സമയങ്ങളിൽ ഇവിടെ കടുവയൊക്കെ ഇറങ്ങി. ടൈഗർ റിസർവ് ആണ്. എന്നിട്ടാണോ നീ ഇവിടെ നിർത്തിയേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. ആണോ? ആ കാണുന്ന ആ ഒരു ഇത് കണ്ടോ ഗൈസ്, അത് ആ ടൗണാണ് കേട്ടോ, കമ്പം. ഇതൊക്കെ ഉള്ളതാണോ എന്തോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല തണുത്ത കാറ്റ് ഇറച്ചി കയറുന്നുണ്ട്. അതെ, വെയിലുള്ളത് വലുതായിട്ട് അറിയുന്നില്ലല്ലേ. തണുത്ത കാറ്റുണ്ടായോണ്ട്. പക്ഷെ തമിഴ്നാട് കയറുമ്പോൾ ചിലപ്പോൾ ഇനി ചൂടായിരിക്കും. ഇറങ്ങുമ്പോൾ ചൂട്. ഗൈസ്, അപ്പോൾ അവിടെ സൂസു ബ്രേക്കിന് നിർത്തിയതാണ്. 2-3 ഫോട്ടോയൊക്കെ എടുത്തു. തമിഴരുടെ ബസ്സൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് തമിഴല്ല, പോണ്ടിച്ചേരിയാ. PY ഏതോ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെയാണ് പോകുന്നത്. തമിഴ്നാട് കയറിയിട്ടില്ലേ, അതുകൊണ്ട് ഇനി ചൂടറിയും. ജാക്കറ്റിനകത്ത് ഞാൻ ഇപ്പോഴേ പുഴുങ്ങി തുടങ്ങി. എല്ലായിടത്തും ആക്സിഡൻ്റ് ആണല്ലോ. വെയിറ്റ് കയ്യിൽ ആരുന്നില്ല. അയ്യോ, തമിഴ്നാട് കയറി ഇത് ആ ലുക്കൊക്കെ അങ്ങ് മാറി കേട്ടോ. നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. പാടങ്ങളും റോഡൊക്കെ സ്ട്രെയിറ്റായി, റോഡൊക്കെ അടിപൊളിയായി. ഇനി നമുക്ക് ചുമ്മാ ക്രൂസ് ഇട്ട് അങ്ങ് പോയാൽ മതി. സോ ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്കൊരു മുന്തിരിത്തോട്ടം ഉണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു മുന്തിരിത്തോട്ടമുണ്ട്. നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിൽ കയറി മുന്തിരിയൊക്കെ പറിച്ച് കഴിച്ചിട്ട് പോകാം. പറ്റുമെങ്കിൽ ഒരു പെട്ടി വീട്ടിലോട്ടും വാങ്ങിക്കാം. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ. നാം മാപ്പ് കാണിച്ച് നമുക്ക് പോകുന്ന വഴിക്ക് അതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാം. ഓ, പശു മൈ ഗാഡ്. അവിടെ പശുവിനെ മേയ്ക്കുന്ന ആളവിടെ വടിയും പിടിച്ച് വായും പൊളിച്ച് നിൽക്കുക. പശു വഴി കൂടെയൊക്കെ നടക്കുക. കൊള്ളാം. നമ്മുടെ മുന്തിരിത്തോട്ടം എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് കയറാനില്ല. നമ്മളിവിടെ
നമ്മൾ MSR ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് കാണാൻ വന്നിരിക്കുന്നത്, മുന്തിരിത്തോട്ടം. കാണാൻ പറ്റുന്നുണ്ടോ കേസാ? മുന്തിരികളൊക്കെ പഴുത്ത് കിടപ്പുണ്ട്. എന്താ ഇത്? പിള്ളേരൊക്കെ പാമ്പൊക്കെ എടുത്ത് കഴിച്ചിട്ടായിരുന്നു. ഇവിടുത്തെ ഫ്രീക്കനാണെന്ന് തോന്നുന്നു. വിളയുന്നതിന് മുന്നേ ഉള്ള മുന്തിരിയാണ് ഈ കാണുന്നത്. ആകെ ഒരു ജസ്റ്റ് കായ്ച്ചതേ ഉള്ളൂ. അല്ലേ, മറ്റേ ആ കടുകിൻ്റെ അത്രേ ഉള്ളൂ. ഇവിടെ എല്ലാം മുന്തിരി ആയി വരുന്നേ ഉള്ളൂ. പോകുമ്പോൾ നല്ല പഴുത്ത മുന്തിരിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുന്തിരിത്തോട്ടം. ഞാനും. ഇവിടെ വരുന്നവർ മുന്തിരിയൊന്നും പറിക്കരുത് കേട്ടോ, അവർ പിടിച്ച് കയറി കയറ്റും. നമുക്ക് മിതമായ റേറ്റിന് 100 രൂപയ്ക്ക് 3 കിലോ മുന്തിരി വാങ്ങിച്ചിട്ട് പോകാം ഒരു ബോക്സിന്. ഒരു ബോക്സിന് 100 രൂപ ഉള്ളല്ലേ? 3 കിലോ ഉണ്ട്. മുന്തിരി ജ്യൂസ് കുടിക്കാനായിട്ട് ഇത് കണ്ടോ, ഫുള്ള് വിളഞ്ഞ് കിടക്കുവാണ് കേട്ടോ. നല്ല വിളഞ്ഞ് കിടക്കുകയാണ് കേസ്. ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടത്തെ ഒന്നും പറിക്കരുതെന്ന്. ഇവിടെ കാണുക, ഫോട്ടോ എടുക്കുക, പോവുക, അതേ ഉള്ളൂ. ഗായ്സ്, ഇത് സെറ്റ് സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ കുമളിയിൽ നിന്ന് കമ്പം തേനി വഴി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ മുന്തിരിത്തോട്ടം കാണുന്നത്. ഇവിടെ കയറുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നിങ്ങൾ വർഷത്തിൽ 365 ദിവസം ഇവിടെ സീസണാണ്. എപ്പോൾ വന്നാലും ഇവിടെ മുന്തിരി കാണാൻ പറ്റും. എന്തായാലും നല്ല സ്ഥലമാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഇങ്ങനെ മുന്തിരി കൃഷിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇവിടുന്ന് 3 കിലോ മുന്തിരി 100 രൂപ, ആ റേറ്റിന് നിങ്ങൾക്ക് നല്ല ലാഭത്തിന് മുന്തിരി വാങ്ങിച്ചുകൊണ്ട് പോകാനും പറ്റും. ഇതാണ് കേട്ടോ 40 രൂപയ്ക്ക് കിട്ടുന്ന ജ്യൂസ്. ഇത്രയേ ഉള്ളൂ, പക്ഷേ സാധനം കൊള്ളാം, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം, നീ പറ. കൊള്ളാം, അടിപൊളി. നല്ല തണുപ്പുണ്ട്. സോ ഗായ്സ്, മുന്തിരിത്തോട്ടമൊക്കെ കണ്ടില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ലൊരു മുന്തിരിത്തോട്ടം കേട്ടോ. വലിയ കയറാനായിട്ട് ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. പോയാൽ നമുക്കൊരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസും കുടിക്കാം. അതിന് 60 രൂപ എന്താണ് അവർ ചാർജ് ചെയ്യുന്നത്. 40 രൂപ. ആവശ്യമുള്ളവർക്ക് മുന്തിരി വാങ്ങിക്കാം. അവിടെ കിലോയ്ക്ക് 100 രൂപ അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. റോഡ് സൈഡിൽ തന്നെ കേട്ടോ, ഇതാണ് ഹൈവേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 232 കിലോമീറ്റർ ആയി കേട്ടോ. അയ്യോ, ആവറേജ് എനിക്ക് 36 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെ. നമുക്ക് ഇവിടുന്ന് നേരെ കൊടൈക്കനാലിന് പോവാം. പാടങ്ങളാണ് കേട്ടോ, അതുകൊണ്ട് നല്ല രസമുണ്ടല്ലേ അവിടെയൊക്കെ കാണാനായിട്ട്. ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ. സോ നമ്മൾ വഴി നോക്കിയാണ് കേട്ടോ. 2 റോഡ് അങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒന്ന് വേറെങ്ങോട്ടോ, ഇത് വേറെങ്ങോട്ടോ. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. എടാ, എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങോട്ടല്ലേ? ആര് കേൾക്കാൻ. അതുകൊണ്ട് ഒരു കുട്ടി ട്രാക്ടറിൽ ഒരാൾ കയറി പോകുന്നത്. സോ നമ്മൾ ആസിഫെ ബിരിയാണിയിലെത്തി. നമുക്കിനി അകത്തോട്ട് പോവാം. നിൻ്റെ ഊർക്ക് പേരെന്നാ? തേനി അല്ലേ? ഓക്കെ. എൻ്റെ പൊന്നോ, പുഴുങ്ങിപ്പോയി ഞാൻ ആ ചൂടനകത്ത്. നമ്മുടെ ബിരിയാണി വന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ 65 ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. വിശന്നിരിക്കുകയാണ്. എങ്കിൽ പിന്നെ നമ്മൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ.
2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോ പോകുമ്പോൾ ബൈപ്പാസ് ഉണ്ട്. നേരെ പോയാൽ വേണ്ടിയില്ല. ഓക്കെ, നേരെ പോയിട്ട് ലെഫ്റ്റില്ലേ കിടക്കുന്നത്? நேராக போயிட்டு லெஃப்ட்டுனே அந்த சிக்னல்னே. அண்ணா அங்கே பாஸு தேவையா? கொடைக்கானல் கேர இருக்கு இ பாஸு அது அவங்க மோரில் மேடிக்கும். மேடிக்கலாம்லே? மோரில் மேடிக்கும். ஓ, அந்த போயிட்டு எடுத்தால் போதுமே. கேட்டா ஓகே, அவர் காசு பண்ணி எல்லாம் சோதிக்கும். ஆ, இது இருக்கா எல்லாம் தெரிஞ்ச பிடிச்சா போயிட்டு நாங்கள் போகிறேன். വീണ്ടും பார்ക്കാം. ഓക്കെ, സോ നമ്മൾ ആസിഫ ബിരിയാണിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നല്ല ഫുഡായിരുന്നു, ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതുവഴി പോകുന്നവർ എന്തായാലും ആസിഫ ബിരിയാണി ട്രൈ ചെയ്യുക. സോ നമ്മുടെ സെക്യൂരിറ്റി അണ്ണായി പറഞ്ഞതനുസരിച്ച് നമുക്കിവിടുന്ന് ഇനി 70 കിലോമീറ്റർ ഉണ്ട്. സോ ഗൈസ്, നമ്മുടെ എല്ലാവരുടെയും വണ്ടിയിലും പെട്രോൾ ഹാഫ് ടാങ്കിലും കുറവായി കേട്ടോ. അപ്പോൾ അടുത്തൊരു റിലയൻസിൻ്റെ പമ്പുണ്ട്, നമുക്ക് അവിടെ കയറി പെട്രോളും കൂടെ അടിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഫുള്ള് ആ, ഇവിടെ പെട്രോളിന് 100 രൂപയുള്ളൂ കേട്ടോ. 100 രൂപ 8 പൈസ. 80 പൈസ. கேமரா யூடியூப்காக வீடியோ பண்ணுறேன். സ്റ്റാർട്ടിങ് only 500 സബ്സ്ക്രൈബേഴ്സ്. 3 പേരും പെട്രോൾ ഫില്ല് ചെയ്തു കേട്ടോ. ഫുൾ ടാങ്ക് വെച്ച് എല്ലാവരും അടിച്ചു. റിലയൻസിൻ്റെ പമ്പിൽ നമുക്ക് നോർമൽ പെട്രോളിനേക്കാൾ 1 രൂപ കുറവാണ്. അതാണ് സാധാ പമ്പിൽ ഇവിടെ 101, ഇവിടെ റിലയൻസിൻ്റെ പമ്പിൽ 100 രൂപയാണ്. സോ ഗൈസ്, നമ്മുടെ ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 33 കേട്ടോ.